ചട്ടമ്പി കല്യാണി. രചന ദിയ ദേവേന്ദു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എല്ലാവരുള്ള സ്ഥിതിക്ക് എന്തോ കാര്യമായ കാര്യമാണെന്ന് കല്ലൂന് മനസ്സിലായി. നിങ്ങളെപ്പോൾ വിളിച്ച് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ജഗ്ഗു മനസ്സിലായെന്ന രീതിക്ക് തലയാട്ടി. പക്ഷെ കല്ലൂനൊന്നും മനസ്സിലായില്ല. മോളുടെ എക്സാം കഴിഞ്ഞ സ്ഥിതിക്കും കണ്ണന്റെ എക്സാം നാളെ കഴിയുന്ന സ്ഥിതിക്കും നിങ്ങൾ രണ്ടുപേരെയും കമ്പനിയിലേക്ക് എടുത്തിരിക്കുന്നു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞാടി. കല്ലു ഞെട്ടിയിരിക്കുന്നുണ്ട്. അവർക്ക് ഒന്നുകൂടി ചിരി വന്നു. കാശി യുദ്ധം ജയിച്ച പൽവാൽ ദേവനെ പോലെ ഇരുന്നു. മോളെ ഞെട്ടണ്ട. മോളെ മാത്രമല്ല, മോളുടെ കൂട്ടുകാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ച നിങ്ങൾ 3 പേരും ട്രെയിനായിട്ട് ജോയിൻ ചെയ്തോളൂ. ഇപ്പൊ എല്ലാവരുടെ മുഖത്തും സന്തോഷം. ബാലന്റെ കമ്പനിയിൽ അതാ കാശിയുടെ മുഖം കാറ്റുപോയ ബലൂൺ പോലെ ചുങ്ങുന്നു. ഹച്ചാ ഞെട്ടി വിളിച്ചപ്പോൾ അക്ഷരം മാറിപ്പോയതാ. എല്ലാ കണ്ണുകളും അവന്റെ മുഖത്തേക്ക്. ഇനി അച്ഛന് മാറിപ്പോയതാണെന്നറിയാൻ അവൻ ചോദിച്ചു. നീ തന്നു വെച്ചല്ല ഞാൻ തീരുമാനിച്ച്. ഇത് ഞാനും ബാലനും ചേർന്നെടുത്ത ഡിസിഷനാ. അച്ഛാ, കാശി ദയനീയമായി വിളിച്ചു. ലുക്ക് കാശി, മോളും അവിടെ ഫ്രണ്ട്സും പഠിച്ച എഞ്ചിനീയറിംഗാ. നമ്മുടെ കമ്പനിയിലെ എഞ്ചിനീയറിംഗിന് ഒരു ഡിപ്പാർട്ട്മെന്റല്ലേ ഉള്ളൂ. അവിടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിലും നല്ലത് അവർക്ക് ബാലിന്റെ കമ്പനിയല്ലേ. കാര്യമൊക്കെ ശരിയാണ്. അവളുടെ ഭാവിക്കും അതാണ് നല്ലത്. പക്ഷെ കാശി നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങളോ? അവളവൻ ഹെഡായ ഡിപ്പാർട്ട്മെന്റിൽ അപ്പോയിന്റ് ചെയ്യുന്നതും ജോലികൾ പഠിപ്പിക്കുന്നു. ആഹാ, എത്ര മനോഹരമായ സ്വപ്നം. അതിന്റെ പുറത്താണ് അച്ഛൻ പച്ചവെള്ളം കോരി ഒഴിച്ച്. അവനിതെങ്ങനെ സഹിക്കും? കല്ലൂന് സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ട് കിട്ടിയത് കാശിക്കാണല്ലോ. കല്ല് കൂട്ടുകാരെ വിളിച്ചു പറയാൻ വേണ്ടി മുറിയിലേക്ക് പോയി. നാളത്തെ പരീക്ഷകൾ പഠിക്കാനെന്നും പറഞ്ഞ് ജഗ്ഗുവും പോയി. അവസാനം അച്ഛന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയ കാശി ചവിട്ടിത്തുള്ളി കയറിപ്പോയി. അവന് നല്ല മാറ്റം ഉണ്ടല്ലേ ദേവേട്ടാ? കാശി പോയ പുറകെ ദേവി ചോദിച്ചു. രണ്ടുപേരും സന്തോഷത്തോടെ അവന്റെ ആ മാറ്റത്തെ നോക്കിക്കണ്ടു. ചീറ്റിപ്പോയല്ലേ? മുകളിലെത്തിയ കാശിയെ കാത്തിരുന്ന ജഗ്ഗു അവന്റെ വക തുടങ്ങി. കാശി ആകെ കൂടി കലിപ്പിൽ വന്നുകൊണ്ട് മറുപടി കൊടുത്തത് നല്ലൊരു ശ്ലോകമായിരുന്നു. നീ കമ്പനിയിലോട്ട് വാടാ, നനയ്ക്കാൻ വെച്ചിട്ടുണ്ട്. കാശി അതും പറഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയി. മോനെ ജഗ്ഗു കിട്ടിയാ? ഇല്ല, ചോദിച്ചു മേടിച്ച്. എന്നാ പോയിരുന്നു പഠിക്കട്ടാ. ഞാൻ പോയിട്ട് 2-ാം തീയതി വരാം. ഏത് 2-ാം തീയതി? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. കാശി മുറിയിൽ നോക്കി. കല്ലൂനെ കണ്ടില്ല. അവൾ ബാൽക്കണിയിൽ നിന്ന് ഫോൺ ചെയ്യുകയാണ്. ബാലേട്ടനെ, മീനുവിനെ, അച്ചുവിനെ എന്ന് വേണ്ട, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വരെ വിളിച്ചിട്ടുണ്ടാവും. അത്രയ്ക്ക് സന്തോഷം. കാശിക്ക് ആ കൂടി കണ്ടിട്ടും കേട്ടിട്ടും ആകെ ചൊറിഞ്ഞു വന്നു. ആ ചൊറിച്ചിലിന് പുറത്ത് കുറെ നായ്ക്കൊന്നപ്പൊടി വിതറാനെന്നോണം അവളുടെ ഫോൺ കോളുകൾ നീണ്ടു പോയിക്കൊണ്ടിരുന്നു. അവസാനം സായികെട്ട് കാശി ചവിട്ടിത്തുള്ളിപ്പോയി ബെഡിലും കയറി കമിഴ്ന്ന് കിടന്നു. ആ കിടപ്പിലെപ്പോഴും ഉറങ്ങിയും പോയി. കണ്ണു തുറക്കുമ്പോൾ കല്ലു ബെഡിൽ അവനടുത്ത് ഇരിപ്പുണ്ട്. ടെലിഫോൺ ഡയറക്ടറി മുഴുവൻ കഴിഞ്ഞാവും. കാശി തിരിഞ്ഞിടുന്ന അവളെ നോക്കി. ഒരു കയ്യിൽ ഫോണുണ്ട്, മറുകയിൽ നഖം കടിച്ചുകൊണ്ട് ചിന്താവിഷ്ടയായിട്ടിരിക്കുകയാണ് കല്ല്. അതുകൊണ്ട് തന്നെ അവൻ ഉണർന്നത് തിരിഞ്ഞിടുന്നെന്ന് അവൾ അറിഞ്ഞില്ല. ഇനി ഉടനെ ഒന്നും അറിയൊന്നും തോന്നുന്നില്ല. അത്രയ്ക്ക് കൊണ്ടുപിടിച്ച ആലോചനയാണ്. എന്താണ് അവ ചിന്തിച്ചു കൂട്ടുന്നത്? കാശി ഒന്ന് ഇടിവുറപ്പെട്ടു. കേട്ടില്ല. മുരടനക്കി. കേട്ടില്ല. മുട്ടുകാല് മടക്കി ഒരു കുത്തു കൊടുത്തു. അല്ല പിന്നെ ദേഷ്യം വരില്ലേ? വന്നു. അവനേക്കാൾ അവൾക്ക് വന്നു. ഇതെന്താപ്പ കഥ? കാശി ചാടി എണീറ്റിരുന്നു. ഇല്ലെങ്കിൽ അവൾ കാല് തല്ലി ഒടിച്ചാലോ. വിളിച്ചു കഴിഞ്ഞോ? കാശി ഒന്ന് പുച്ഛിച്ചു. അപ്പോഴാണ് തോന്നുന്നു കല്ലുവിനെ ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യം ഓർമ്മ വന്നു. കലിപ്പൊക്കെ മാറി വീണ്ടും നഖം കടിക്കാൻ തുടങ്ങി. കാശി ഏറിയിട്ട് അവളെ നോക്കി. മുഖത്തൊരു ശോകഭാവമല്ലേ എന്നൊരു സംശയം. അതോ ടെൻഷനാണോ? സൈഡ് വ്യൂ ആയതുകൊണ്ട് വ്യക്തമായി മനസ്സിലാവുന്നില്ല. എന്തുപറ്റി? കാശി സംശയം ദൂരീകരിക്കാൻ ശ്രമിച്ചു. കല്ല് അവന് നേരെ തിരിഞ്ഞിരുന്നു. ഇപ്പൊ അവളുടെ മുഖത്തെ ഭാവന വ്യക്തമായി കാണാം. ശോകമാണ്. കാണുമ്പോൾ സങ്കടമുണ്ടെങ്കിലും അതിന്റെ കാരണം ആലോചിച്ചപ്പോൾ അവന് സന്തോഷം തോന്നി. ഏത്? അത് തന്നെ. അവന്റെ സങ്കടത്തിന്റെ അതേ കാരണം. അവന്റെ ഒപ്പം ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ അവളുടെ ഉത്തരാ സന്തോഷം തള്ളിക്കെടുത്തി. ഇപ്പോഴേ ജോലി വേണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളെപ്പോ ഹണിമൂണിന് പോകും? എന്തെന്ന്? അമ്പരപ്പ് കൊണ്ടുണ്ടായ സങ്കടം കൊണ്ടാണോ, സങ്കടം കൊണ്ടുണ്ടായ അമ്പരപ്പാണോ എന്ന് വിവേചിച്ചറിയാൻ പറ്റാത്തൊരു ഭാവമാണ് കാശിയുടെ മുഖത്ത്. നീ നമുക്ക് പോണ്ടേ? കല്ലൂന്റെ നിഷ്കളങ്കമായ ചോദ്യം. എന്തിന്? സ്ഥലമൊക്കെ കാണാം. അവിടുത്തെ കൾച്ചർ, ഫുഡ്സ്, പീപ്പിള്. അതിന് ട്രിപ്പ് പോയാൽ പോരെ? കാശിയുടെ ന്യായമായ സംശയം. അതെങ്ങനെയാ? കല്യാണം കഴിഞ്ഞ് പോകുന്ന ട്രിപ്പിന് ഹണിമൂൺ എന്നല്ലേ പറയാ? കാശി എന്ത് പറയണമെന്ന് കുറച്ചേരം ആലോചിച്ചു. ഇതിനൊക്കെ എന്ത് പറയാനാണ്? അത് നമുക്ക് പിന്നീട് ഒരിക്കൽ പോവാം. അത് പറഞ്ഞപ്പോൾ കല്ലൂരിന്റെ മുഖം മങ്ങിയത് കണ്ടിൽ നിന്നടിച്ച് കാശി ചോദിച്ചു. അതുകൊണ്ട് പ്ലേസ്മെന്റ് കിട്ടില്ല, നീ ഹാപ്പിയാണോ? അല്ല എന്നങ്ങനെ അവൾ വായിന്ന് വീണ ആ നിമിഷം പൊക്കിക്കൊണ്ടുപോയി ദേവേന്റെ മുമ്പിൽ നിർത്തി അത് ഒന്നുകൂടെ പറയിക്കും കാശി. അതെ, നശിപ്പിച്ച്. ഞങ്ങളുടെ പണ്ടോട്ടുള്ള ഡ്രീമായിരുന്നു ഒന്നിച്ച് വർക്ക് ചെയ്യണമെന്ന്, അതും ബാലേട്ടന്റെ കമ്പനിയിൽ. അവൾക്ക് വീണ്ടും ആവേശമായി. അവന്റെ മുഖം മങ്ങി. ഞാൻ പോണേണ്. എണീറ്റപ്പോൾ ഒരു പിൻവിളി. കാശി തിരിഞ്ഞു നോക്കി. കാശിക്ക് വിഷമമുണ്ടോ? ഈ ചോദ്യം ഇവിടെ അവൻ പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ ഒരു ഞെട്ടിൽ അവൻ്റെ മുഖത്തുണ്ട്. ഞെട്ടിയിട്ട് എന്തിനാ? അവളൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചാൽ യാതൊരു സാധ്യതയുമില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളാവും. ഇല്ല, കള്ളം ഉണ്ട്, കള്ളമല്ല. അപ്പോൾ ഉണ്ടോ? കല്ല് കുറച്ചു നേരം ഇരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചു.
നേരെ പറയേണ്ട കാര്യം വളച്ചിട്ടി പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അത്രയും സമയം പോയി. ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിലും പാടാണ് മനുഷ്യന്റെ മനസ്സിലിരിപ്പ് അറിയാൻ. എന്തിന്? കല്ല് നടന്ന് കാശിയുടെ അടുത്തായി ചെന്ന് നിന്നു. അത് പിന്നെ ഞാൻ നിന്നെ ഇവിടുത്തെ കമ്പനിയിൽ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പോൾ നീ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. എനിക്ക് തന്നെ എല്ലാം നിന്നെ പഠിപ്പിക്കായിരുന്നല്ലോ. കാശിയുടെ ഭാവം കണ്ട അവൾക്ക് സങ്കടം വന്നു. ഇത്രയൊക്കെ അവൻ ചിന്തിച്ചിരുന്നു. ഇത്ര ഇവൻ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? മോറോവർ ഞാൻ ഇവൻ അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണോ? കല്ലുവിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം അവൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിലെ പ്രണയം അവൾ അവനിലേക്ക് അടുപ്പിച്ചു. കാശിയുടെ കൈകൾ അവളുടെ അരയിലൂടെ എഴിഞ്ഞ് തന്നിലേക്ക് ചേർത്ത് മുറുക്കി. ഏതോ ഒരു ഉൾപ്രേരണയാൽ കല്ലു പെരുവിരൽ കുത്തി ഉയർന്ന അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടി ചേർത്തു. അതോ അവൻ്റെ കണ്ണുകൾ അവളെ കൊരുത്തു വലിച്ചതാണോ? കൈകൾ അവൻ്റെ തോളിൽ മുറുക്കി അവൾ അവനെ മേൽ ചുണ്ട് നുകർന്നു. ഒരു നിമിഷത്തെ അമ്പരപ്പിന് ശേഷം കാശി അവളെ തിരികെ ചുംബിക്കാൻ തുടങ്ങി. തന്റെ ഇതുവരെയുള്ള സങ്കടമില്ല അതിൽ അലിഞ്ഞു പോകുന്ന അവൻ അറിഞ്ഞു. ഇനിയൊരു പരിഭവത്തിന് തങ്ങൾക്കിടയിൽ സ്ഥാനമില്ലാത്ത വണ്ണം അവൻ അവളെ ചുംബിച്ച് തളർത്തി. തമ്മിൽ വിട്ടകലുമ്പോൾ അവിടെ അവശേഷിച്ചത് പ്രണയം മാത്രമാണ്. ചുവന്ന് തുടുത്ത മുഖം തന്നിൽ നിന്ന് മറച്ച് പുറത്തേക്ക് നടക്കുന്ന കല്ലുവിനെ അവൻ പിടിച്ചു നിർത്തി. അവൾ കുതിരാൻ ശ്രമിച്ചപ്പോൾ വലിച്ച് ചേർത്ത് നിർത്തി. കല്ലു മുഖം കുനിച്ച് നിൽക്കുകയാണ്. എന്നെ നോക്കുമല്ലോ. കാശി അവളിലേക്ക് മുഖം ചായച്ച് പറഞ്ഞു. കല്ലു കടിച്ചു പിടിച്ച് നിൽക്കുന്നു. നോക്കിൽ നിന്ന് ഉറപ്പിച്ചു തന്നെയാണ്. അതോടെ കാശി അവൾ ഇക്കിളിയിട്ടു. കാശി പ്ലീസ് വീട്ട്. കല്ലു കെഞ്ചുന്നുണ്ട്. കണ്ണടച്ചു പിടിച്ചു. അറിയാതെ നോക്കിപ്പോയാലും കാണണ്ടല്ലോ. നോക്കാതെ വിടില്ലെന്ന് കാശിക്ക് വാശി. എന്നെ നോക്ക്, എന്നോ നിർത്താം. നിവൃത്തിയില്ലാതെ കല്ലു അവനെ നോക്കി. പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റണമെന്ന് വിചാരിച്ചെങ്കിലും അതിനു മുന്നേ കാശി അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. കല്ലു, നീ എന്തിനാ എന്നിൽ നിന്ന് വിളിക്കുന്നത്? നിന്റെ മുഖത്ത് വിരിയുന്ന എല്ലാ ഭാവങ്ങളും എനിക്ക് കാണണം. ആസ്തി സെയിം അറിയുന്നോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന്? കല്ലു അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ നോക്കി. യുവർ ബ്ലഷിംഗ് ഫേസ്. കാശി പറഞ്ഞിടത്തേക്ക് കല്ലു വീണ്ടും നാണത്താൽ ചുവന്നു. കാരണം അതെങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. കാശി അവളെ വിട്ടുമാറി പൊട്ടിച്ചിരിച്ചു. ഇഡിയറ്റ്, കളിയാക്കിയതാണല്ലേ? കല്ലു അവനെ കളിപ്പിച്ച് നോക്കി മുറിവിട്ടിറങ്ങി. താങ്ക് യു. പോകുന്ന വഴിയിൽ അവൻ വിളിച്ചു പറയുന്ന കേട്ട് തിരിഞ്ഞു നോക്കാതെ അവൾ നടന്നു. ചുണ്ടിലൊളിപ്പിച്ച പുഞ്ചിരിയുമായി. ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് കൂട്ടുകാരികൾ മൂന്നും കൂടി ആ നാട്ടിലെ സകല കടയും കയറി ഇറങ്ങി. കല്ലു അധികമൊന്നും വാങ്ങിയില്ല. ഈ സെലക്ഷൻ ഒരു പ്രശ്നമാണല്ലോ. അവൾക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ ബാക്കി രണ്ടും നിഷ്കരണം തള്ളും. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഓഫീസിൽ പോകാൻ ബോക്സിംഗ് ഗ്ലൗസ്, പ്രിന്റഡുള്ള ടീഷർട്ടൊക്കെ എടുത്ത് ആരായാലും തള്ളിപ്പോവും. അവസാനം കെട്ടിയവനെ കൂട്ടി വന്ന് എടുത്തോളാൻ പറഞ്ഞിട്ട് അവർ കൈയൊഴിഞ്ഞു. കല്ലു ശരിക്കും പെട്ടു. കാശിയോട് 2 ദിവസമായിട്ട് ഒളിച്ചുകളി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാശി വീട്ടിലുള്ളപ്പോൾ അവൻ്റെ നിഴൽവെട്ടത്ത് പോലും പോവാറില്ല. പാതിരാത്രിയാകുമ്പോൾ അവൻ ഉറങ്ങിയെന്ന് ഒളിഞ്ഞെന്ന് നോക്കിയിട്ട് പട്ടാളം പുരുഷന്റെ വീട്ടിൽ കയറുന്ന പിള്ളേച്ചനെ പോലെ പമ്മി ചെന്ന് കട്ടിലിൻ്റെ ഒരറ്റത്ത് കയറി കിടക്കും. കാശി ഇതൊന്നും അറിയുന്നില്ലെന്നാണ് അവിടെ വിശ്വാസം. എങ്കിലും എല്ലാവരും അറിയുന്നുണ്ട്. എല്ലാം അറിയുന്നവൻ ആരോ അവൻ കാശിനാഥൻ എന്നാണല്ലോ. എവിടെ വരെ പോയെന്നറിയാൻ അവനും ഉറക്കനടിച്ച് കിടക്കും. അവന് പ്രതീക്ഷ തെറ്റിയില്ല. കൃത്യം 3-ാം ദിവസം അവൾ അവന് മുമ്പിൽ ഹാജർ വെച്ചു. അതേ, അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഒരാവശ്യമില്ലാത്ത എന്തൊക്കെയോ സാധനങ്ങൾ മുറിയുടെ ഇങ്ങേ തലക്കൽ നിന്നെടുത്ത് മുറിയുടെ അങ്ങേ തലക്കലും അങ്ങേ തലക്കൽ നിന്ന് അതേ സാധനം തിരിച്ച് ഇങ്ങേ തലക്കലും കൊണ്ടുവെക്കാൻ പാഞ്ഞെടുക്കുന്ന കാശിയുടെ പുറകെ നടന്നവൾ വിളിച്ചു. പക്ഷെ കാശിക കേട്ട ഭാവമില്ല. അവന്റെ പുറകിൽ നടക്കുന്നതുകൊണ്ട് അവൻ ചെയ്യുന്ന എന്താണെന്ന് അവൾ കാണുന്നില്ല. കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ ആ സാധനങ്ങളും കാശി അപ്പുറത്തെ പറമ്പിൽ കിടന്നേനെ. അത്രക്കും നടത്തുന്നുണ്ട് കാശി. കാശി ഒരു ഡസൻ അതേ കഴിഞ്ഞപ്പോൾ അവൾ വിളിച്ചു. ഓ, അപ്പൊ അതേന്ന് വിളിച്ച് ഇഷ്ടപ്പെടാനായിട്ടാ മിണ്ടാത്ത്. അങ്ങനെ വരട്ടെ. കാശി നിക്ക്. അവൾ ആ സൂപ്പർ ഫാസ്റ്റിനെ പിടിച്ചു നിർത്തി. കാശി ഗൗരവത്തിൽ അവളെ നോക്കി. എന്തായെന്ന അർത്ഥത്തിൽ. അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സാധാരണ അവൾ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല. വെട്ടിത്തുറന്ന് പറഞ്ഞാണ് ശീലം. പക്ഷെ ഇവിടെയുള്ള ഒളിവിൽ നിന്ന് കാര്യം സാധിക്കാൻ വേണ്ടി പുറത്തു വന്നാണല്ലോ. അപ്പൊ കുറച്ച് പരിങ്ങളൊക്കെ ആവാം. എന്താന്ന് വെച്ചാൽ വേഗം പറ, എനിക്ക് വേറെ പണിയുള്ളതാ. ഗൗരവം കുറച്ച് കൂട്ടി. ഡ്രസ്സിംഗ് ടേബിളിൽ ഇരിക്കുന്ന സെന്റഡ് ക്യാൻഡിൽ എടുത്ത് ഓഫീസ് ഡ്രോറിൽ കൊണ്ടുവെക്കുക. അതിനുള്ളിൽ ഇരിക്കുന്ന അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഏതോ ഫയൽ എടുത്ത് ഹെഡ് ഡ്രസ്സിൽ കൊണ്ടുവെക്കുക. ഇതൊക്കെയാണ് അവൻ്റെ മലമറിക്കുന്ന ജോലികൾ. ഒന്നും പറയാൻ നിന്ന് ചുറ്റിത്തിരിയുന്ന കല്ലുവിനെ കണ്ട് അവൻ ചിരിക്ക് അടിച്ചു പിടിച്ചു. വേറെങ്ങോ നോക്കി നിന്നു. 2 ദിവസം അവളിൽ നിന്ന് കാണാൻ വേണ്ടി അവൻ കുറേ നട്ടം തിരിഞ്ഞാണല്ലോ. എൻ്റെ കൂടെ ഒന്ന് ഷോപ്പിങ്ങിന് വരുമോ? കാശി അവളെ നെറ്റി വിളിച്ച് നോക്കി. അത് ഓഫീസിൽ പോവാൻ. അതിനല്ലേ ഇന്നൊന്നില്ല നീ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് പോയത്? അത് പോയി, പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല. അതെന്താ? അവനെ നെറ്റി ഒന്നുകൂടെ ചുളിഞ്ഞു. അത് കല്ലു വന്നിടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ് കാശിക്ക് ചിരി പൊട്ടി. അപ്പം അവിടെ ചിരിച്ചാൽ അവൾ അവിടെ ഒരു തൃശ്ശൂർ പൂരം തന്നെ നടത്തും. ആകെ ഷോക്കടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ച് നാളെ പോവാമെന്ന് പറഞ്ഞു. അതോടെ അവൾ ഹാപ്പിയായി. ചിരിച്ചുള്ളി കിടക്കാനായി പോയി. അല്ല, അവൻ പിടിച്ചു നിർത്തി. അങ്ങനെ അങ്ങ് പോയാലോ? എന്താ? കല്ലിനൊന്നും മനസ്സിലായില്ല. ഞാൻ വരാം, പക്ഷേ
എനിക്ക് എന്ത് തരും? ആടേങ്കപ്പ, സ്വന്തം ഭർത്താവിനോട് തന്നെയല്ലേ അവൾ കൂടെ വരുമെന്ന് ചോദിച്ച്. അതിനൊരു ബാർഗെയിങ്ങിന്റെ ആവശ്യം അവൾക്ക് വ്യക്തമായില്ല. ചോക്ലേറ്റ് ഷേക്ക് വാങ്ങിത്തരാം. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ പറഞ്ഞു. അവൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് വരെ അവളോട് ബാർഗെയിൻ ചെയ്തിട്ടുള്ള യദു, അച്ചുവും മീനും ഒക്കെയാണ്. അവൾക്ക് ഇതൊക്കെയാണ് അവൾ വാങ്ങിക്കൊടുക്കാറ്. കൂടി പോയ ഒരു ബിരിയാണി, അതുക്കും മേലൊന്നും അവളുടെ ലിസ്റ്റിലില്ല. ഏയ്, എനിക്കൊന്നും വേണ്ട. പിന്നെ കാശിരി കള്ളച്ചിരിയോടെ ചുണ്ടിൽ തൊട്ട് കാണിച്ച്. മുത്തുകാവ് എന്താണെന്നറിയില്ല. അവൾക്ക് ഈടായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതാവാം ഉള്ളിലൊരു പരവേശം പോലെ. ചുണ്ടിൽ നാണം കലർന്ന ചിരി വിരിഞ്ഞ്. അത് മറയ്ക്കും മുമ്പേ അവൻ കണ്ടു. ഇല്ലെങ്കിൽ എന്ത് ചെയ്തെന്നൊക്കെ ചോദിച്ച് കുറേ വട്ടം ചുറ്റിക്കായിരുന്നു. പിന്നെയൊന്നും നോക്കിയില്ല. ഏന്തി വലിഞ്ഞ് അവൻ്റെ ചുണ്ടിലേക്ക് അടുത്ത്. കാശിയുടെ മനസ്സ്, ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചുണ്ടുകൾ തൊട്ടടുത്തെത്തിയതും കല്ലു പല്ലുകൊണ്ട് കാശിയുടെ ചുണ്ടിൽ കടിച്ച്. വീണ്ടും മനസ്സ്, ഇപ്പൊ ശരിയായി. നേരെ ഓടാനായി കുതിച്ചപ്പോൾ അവളൊരു കാര്യം പറഞ്ഞു. കൈകൾ കാശി പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് തിരിഞ്ഞെന്ന് ചിരിച്ചു കാണിച്ച് ഒരു വളിച്ച ചിരി. ലവനിപ്പോഴും വേദന കാരണം നാക്കുകൊണ്ട് ചുണ്ട് തടവിക്കൊണ്ട് നിൽക്കുകയാണ്. ഭാഗ്യം പൊട്ടിയില്ല. കല്ലു പിടിപിടിക്കാനാവുന്ന നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. അവസാനം കണ്ണുകൊണ്ട് കെഞ്ചി നോക്കി. സോറി പറയാതെ പറയുന്ന പോലെ. അതിലവനൊന്ന് അയഞ്ഞു. ഇനി എൻ്റെ അടുത്ത് ഒളിച്ചു കളിക്കരുത്, എന്നാലേ ഞാൻ വരുള്ളൂ. കൊച്ചു പിള്ളേരെ പോലെ ചുണ്ടുകുറിപ്പിച്ച് പറയുന്ന കാണാൻ നല്ല ചന്തമുണ്ട്. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താലോ? വേണ്ട, ഇപ്പോഴല്ലേ ജാടയിട്ട്. കല്ലു അവൻ്റെ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് ഉറങ്ങാൻ പോയി. മനസ്സിൽ ഇതുവരെ അറിയാത്ത പ്രണയത്തിൻ്റെ പുതുവസന്തവുമായി. കാശി കല്ലുവിനെയും കൂടി രാവിലെ തന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങി. കാശിക്ക് ഉച്ച കഴിഞ്ഞ് എവിടെയോ പോകണം. ഫുൾ ഡേ ലീവാണെന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നീട് ഹാഫ് ഡേ ആയി എന്നറിഞ്ഞപ്പോൾ കല്ലുവിന് നല്ലോണം ദേഷ്യവും സങ്കടവും തോന്നി. ഷോപ്പിംഗ് കഴിഞ്ഞ് കാശിയെ കൂടി ബീച്ചിലൊക്കെ കറങ്ങി നട്ടപ്പാതിരയ്ക്ക് തിരികെ വീട്ടിലെത്താമെന്നുള്ള അവളുടെ ആഗ്രഹത്തിന് മേലെയാണ് ഒരു ഫോൺ കോൾ ഇട്ടി തീ പോലെ വന്നു വീണത്. ദേഷ്യത്തിന് പുറത്ത് കുറച്ചു നേരം പിണങ്ങിരി നോക്കിയെങ്കിലും ഇനിയും പിണക്കം തുറന്നാൽ ഷോപ്പിംഗ് ക്യാൻസൽ ചെയ്യുന്ന കാശിയുടെ ഭീഷണിക്ക് മുമ്പിൽ അവൾക്ക് വഴങ്ങേണ്ടി വന്നു. എങ്കിലും ഓഫ് കിട്ടുന്ന ദിവസങ്ങൾ പുറത്തുപോയി ഫുൾ ഡേ കറങ്ങാമെന്ന് പ്രോമിസ് ചെയ്ത ശേഷമാണ് ആ മുഖമൊന്ന് തെളിഞ്ഞത്. കാശിയൻ അവൾക്ക് വേണ്ടെല്ലാം തിരഞ്ഞെടുത്തു. എല്ലാം വാങ്ങിക്കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ കയറി അവൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ മഞ്ചൂരിയനും ഫ്രൈഡ് റൈസും വാങ്ങിക്കൊടുത്തു. അതുകൊണ്ട് തന്നെ കല്ലു വളരെ ഹാപ്പി ആയിരുന്നു. എന്തുകൊണ്ടോ ഇപ്പോൾ കാശിയോടൊപ്പം സമയം ചെലവഴിക്കാൻ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാശി നേരെ പോയത് സായിയുടെ അടുത്തേക്കാണ്. വൈകുന്നേരം ആയപ്പോൾ തിരികെ എത്തുകയും ചെയ്തു. സായി കൊണ്ട് ഒറ്റയ്ക്കെല്ലാം നോക്കി നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ സമയം ഞാൻ അവിടെ തന്നെയാണ്. രാത്രി കല്ലുവിനോട് ഇന്ന് പോയ കാര്യത്തെക്കുറിച്ച് പറയുകയാണ് കാശി. ഇപ്പം അങ്ങനെയാണ്. ഒരുമിച്ചുള്ളപ്പോൾ അവർ വാതോരാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഉറങ്ങുന്നവരെ അത് തുടരും. അപ്പൊ കിരണേട്ടൻ ചെന്നൈ തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ? കല്ലു അവളുടെ സംശയം ചോദിച്ചു. കിരൺ ചെന്നൈയിലേക്ക് പോയിട്ട് കുറച്ച് നാളായി. പോയതൊക്കെ അവളോട് പറഞ്ഞെങ്കിലും അതിന് പിന്നിലെ കാരണമൊന്നും പറഞ്ഞിരുന്നില്ല. ഞങ്ങൾ മൂന്നുപേരും ചേർന്ന് തുടങ്ങിയ ചെറിയ സ്റ്റാർട്ടപ്പായിരുന്നു ഈ കമ്പനി. പിന്നീടാണ് ഇത്രയും വളർന്നു. ചുമ്മാതെയല്ല, ഞങ്ങൾ നല്ലോണം കഷ്ടപ്പെട്ട് വളർത്തിയെടുത്താ. ഇപ്പൊ ചെന്നൈയിൽ ഞങ്ങളൊരു ചെറിയ ബ്രാഞ്ച് തുടങ്ങി. അതിനെ അവൻ നോക്കിക്കോളും. അതിന് പകരം ഇവിടുത്തെ ഷെയർ ഞങ്ങൾക്ക് തന്നു. ഫ്ലാറ്റിന്റെ കാര്യം അങ്ങനെ തന്നെ. ഇവിടെയുള്ള ഫ്ലാറ്റ് സായിക്ക് സ്വന്തമായി. അവന്റെ കല്യാണം കഴിഞ്ഞ് അവനും മീനും അവിടെയായിരിക്കും താമസിക്കുന്നത്. എന്നാലും എന്തിനാ പെട്ടെന്ന് ചെന്നൈക്ക് പോയത്? കല്ലുവിന്റെ സംശയങ്ങൾ തീരുന്നില്ല. കാശി ഒരു നിശ്വാസം ഉയർത്തുകൊണ്ട് ബാൽക്കണിയിലെ ഫ്ലോർ ബെഡിലേക്ക് കിടന്നു. അതിൽ ഗൗരവതരമായ എന്തോ ആണ് പറയാൻ പോകുന്നത് മനസ്സിലാക്കിയ കല്ലു അവന് കാതോർത്തുകൊണ്ട് അരികിൽ കിടന്നു. ഞങ്ങൾ കോളേജിൽ ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴാണ് കിരൺ ഞങ്ങൾക്കൊരു കുട്ടിയെ കാണിച്ചിരുന്നത്. നൂറി. BBA ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഒരു സുന്ദരി കുട്ടി. അവൻ്റെ ഉമ്മച്ചി കുട്ടി. വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ടാവും ഞങ്ങൾ അവളെ ആദ്യമായിട്ടാണ് കാണുന്നത്. കിരൺ പക്ഷേ എന്നോ അവളെ കണ്ടെത്തി അവളിൽ അടിമപ്പെട്ട് കഴിഞ്ഞിരുന്നു. കോളേജ് രാഷ്ട്രീയത്തിൽ മുഖ്യധാരയിൽ നിറഞ്ഞിരുന്ന അവളുടെ ഓരോ വാക്കുകളും ചാട്ടുള്ളിയുടെ മൂർച്ചയുള്ളവയായിരുന്നു. എന്തിനും വ്യക്തമായിട്ടുള്ള അഭിപ്രായം അവൾക്കുണ്ടായിരുന്നു. അതാണ് അവൻ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. എന്നാൽ കോളേജിൽ തന്നെ അവൾ അവളറിയാതെ സ്നേഹിക്കുന്ന അനേകം പേരിൽ ഒരാൾ മാത്രമായിരുന്നു കിരൺ. അവനൊരിക്കലും ഇഷ്ടം പറഞ്ഞ് അവളുടെ പുറകെ പോയിട്ടില്ല. പോയവരൊക്കെ അവൾ നല്ലപോലെ പറഞ്ഞ് തിരിച്ചു വിട്ടു. എന്നാലും പോകുന്നതിന് മുമ്പ് അവളോട് ഇഷ്ടം തുറന്നു പറയാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ ഫൈനൽ ഇയറിലെ ഇലക്ഷൻ കാലം. കലാലയത്തിന്റെ പാതകളും ചുമരുകളും കൊടികളുടെ നിറമണിയുന്ന കാലം. കിരണായിരുന്നു ചെയർമാൻ സ്ഥാനാർത്ഥി. നൂറിൻ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. പാർട്ടി മീറ്റിങ്ങിലൂടെയും മറ്റു സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും അവർ തമ്മിൽ നല്ലൊരു സൗഹൃദം ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു. എങ്കിലും മനസ്സിലുള്ളത് പുറത്തു വരാതിരിക്കാൻ അവൻ ശ്രമിച്ചു. അടുത്തെറിയും തോറും അവൻ അവളിലേക്ക് ആകർഷണമായിക്കൊണ്ടിരുന്നു. പ്രചരണവും തെരഞ്ഞെടുപ്പും നല്ല രീതിയിൽ കഴിഞ്ഞു. വോട്ടെണ്ണുന്ന ദിവസം വന്നെത്തി. റിസൾട്ട് എന്ന് തന്നെയാലും പ്രഖ്യാപനത്തിന് ശേഷം നൂറിനോട് ഇഷ്ടം തുറന്നു പറയാനായിരുന്നു കിരണിന്റെ പ്ലാൻ. വോട്ടെണ്ണിയ ശേഷം റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോകണമെന്ന് അനൗൺസ് ചെയ്തപ്പോൾ എല്ലാവരും ഗ്രൗണ്ടിലേക്ക് പാഞ്ഞു. വിജയാഘോഷങ്ങൾക്കായി എല്ലാ പാർട്ടിക്കാരും സജ്ജരായിരുന്നു. എന്നാൽ മറ്റു കുട്ടികൾക്കൊപ്പം ഗ്രൗണ്ടിലേക്ക് പോകാൻ നിന്ന കിരണിനെ നൂറിൻ തടഞ്ഞു വെച്ചു. മറ്റുള്ളവരുടെ ആ മുമ്പിൽ നടന്ന് ഞാൻ അവരെ ശ്രദ്ധിച്ചില്ല. ആ ഒഴിഞ്ഞ ക്ലാസ് മുറിയിൽ അവർ രണ്ടുപേരും മാത്രമായി. കിരൺ അവൾ സംശയത്തോടെ അതിലുപരി അത്ഭുതത്തോടെ നോക്കി. ഇനി ഇവൻ ഇത്ര നാൾ ഒളിച്ചു വെച്ചത് അവൾ കണ്ടുപിടിച്ചതെന്നായിരുന്നു അവൻ്റെ പേടി. എനിക്ക് നിങ്ങളോട് പ്രണയമാണ്, യാതൊന്നിനാലും ഇല്ലാതാക്കാൻ കഴിയാത്ത പ്രണയം. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി സങ്കോചമേതുമില്ലാതെ സധൈര്യം അവൾ പറഞ്ഞു. അവന് മറുപടി കാത്തിൽക്കാതെ അവൾ ആ മുറി വിട്ടിറങ്ങി. അപ്പോഴും നടന്നെന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവൻ.
അവളോട് പറയാൻ ഏറെ ആഗ്രഹിച്ച കാര്യം അവൾ ഇങ്ങോട്ട് പറഞ്ഞതിൻ്റെ അമ്പരപ്പിൽ അവൻ ചുറ്റും നടക്കുന്നതെന്ന് അറിഞ്ഞില്ല. ഒരിക്കൽ പോലും ഒരു നോട്ടം കൊണ്ടുപോലും അവിടെ പ്രണയവനം മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് അവൻ ഓർത്തു. അവൻ തിരിച്ചു അങ്ങനെ തന്നെയായിരുന്നല്ലോ. കാര്യങ്ങൾക്ക് വ്യക്തത വന്നപ്പോൾ അവനൊന്ന് തുള്ളിച്ചാടാൻ തോന്നി. പക്ഷെ അതിന് സമ്മതിക്കാത്തവണ്ണം ആരൊക്കെയോ ചേർന്ന് തന്നെ എടുത്തുയർത്തി പിടിച്ചിരിക്കുകയാണെന്ന് അവൻ അപ്പോഴാണ് മനസ്സിലാവുന്നത്. ചുറ്റും കേൾക്കുന്ന മുഴക്കത്തിൽ നിന്നും പുതിയ ചെയർമാനുള്ള അഭിവാദ്യങ്ങൾ അവൻ വേർതിരിച്ച് കേട്ടു. അതവന് പുതിയ അറിവായിരുന്നു. അവൻ ജയിച്ചത്രേ. അവൻ മാത്രമല്ല, 100-നും വിജയാഘോഷങ്ങൾ മുന്നേറുകയാണ്. കൂട്ടുകാർ അവനെ എടുത്തുയർത്തി ആഹ്ലാദം പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. അവനിപ്പോഴാണ് അറിയുന്നത് മാത്രം. പിന്നീടുള്ള ആഘോഷങ്ങളിൽ അവന് മുന്നിട്ട് നിന്നു. പക്ഷെ ആ ചെയർമാൻ സ്ഥാനത്തേക്കാൾ അവൻ ആഘോഷിച്ച് കുറച്ചു മുമ്പ് കിട്ടിയ പ്രണയമധുര. കാശിയെ നിർത്തി. എന്നിട്ട് കല്ലു അത്യധികം ആകാംക്ഷയോടെ ചോദിച്ചു. കോളേജ് ചെയർമാനും വൈസ് ചെയർപേഴ്സണും തമ്മിലുള്ള പ്രണയം കുട്ടികൾക്കിടയിൽ ചർച്ചാ വിഷയമായി. വൈകാതെ തന്നെ അവിടെ വീട്ടിലും അറിഞ്ഞു. വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലി ആയിരുന്നു 100-ൻ്റേത്. അവരുടെ പഠിപ്പ് നിർത്താൻ തന്നെ തീരുമാനിച്ചു. കിരൺ അത് വലിയ വിഷമമായി. എല്ലാം അവൻ കാരണമാണെന്നുള്ള ചിന്ത അവൻ അലട്ടി. ഒരു ദിവസം ഒരു നമ്പറിൽ നിന്ന് അവളവന് മെസ്സേജ് അയച്ചു. അവളെ അവർ ഉപദ്രവിച്ചെന്നും മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും ഇനി കോളേജിലേക്ക് വിടില്ലെന്നും അവർക്ക് മറ്റൊരു വിവാഹം നോക്കുന്നുണ്ടെന്നായിരുന്നു അത്. കിരൺ അപ്പം തന്നെ ഞങ്ങൾ കൂട്ടി അവരുടെ വീട്ടിലേക്ക് തിരിച്ചു. വഴിയിൽ വെച്ച് തന്നെ അവരുടെ ആളുകൾ ഞങ്ങൾ തടഞ്ഞെങ്കിലും അവനൊരു വിധത്തിൽ വീടിന്റെ മുറ്റത്തെത്തി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.